ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു റഫിൾ യോക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഫ്രോക്ക് നൈറ്റിയാണ്. അതിനായിട്ട് ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററിന് നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. ക്ലോത്തിനെ ആദ്യം വിഡ്ത്ത് വൈസിലൊന്ന് ഫോൾഡ് ചെയ്താൽ സ്ക്രീനിൽ കാണുന്ന പോലെ, അതിനുശേഷം ലെന്ത് വൈസിലും ഫോൾഡ് ചെയ്ത് ഇടുക. എക്സൽ സൈസിലുള്ള നൈറ്റിയുടെ കട്ടിംഗ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ക്ലോത്ത് ലെവൽ ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്കിനി ലെന്ത് മാർക്ക് ചെയ്യാം. ഫ്രോക്കിൻ്റെ അടിയിലായിട്ട് ഞുറിവിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഉള്ള ഫ്രോക്കിൻ്റെ ലെന്ത് വരുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും 40 ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. ഇനി ഒരു 7 ഇഞ്ച് നമുക്ക് ഞുറിവിട്ട് കൊടുക്കാനുള്ള ക്ലോത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ള ക്ലോത്ത് 3 ഇഞ്ചിൽ വരുന്നുണ്ട്. അത് നമുക്ക് യോക്കിൽ റഫിൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് സീം എലമെൻസൂടെ ചേർത്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം നാം ഹോൾ വരച്ചെടുക്കാം. ഇനി വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് റൗണ്ട് ഒരു 12 ഇഞ്ച് കൊടുക്കുക. ഇതും ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ്. ഇനി ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ചാണ്. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ലെന്ത് ഫ്രണ്ടിലേക്ക് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിൽ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. സ്ക്വയർ വരച്ചെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ യു നെക്കാണ് കൊടുക്കുന്നത്. വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴേക്ക് മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് വരയ്ക്കുക. അതിനുശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ഒന്ന് ചരിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്യാനുള്ളത്. സ്ലീവിന് ഇവിടെ ലെന്ത് കിട്ടുന്നത് 8 ഇഞ്ചാണ്. ലെന്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വിഡ്ത്ത് വേണ്ടത് 9.5 ഇഞ്ചാണ്. എക്സൽ സൈസിന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പഫ് സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇവിടെയും കുറച്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. പഫിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്ത് നമുക്ക് ബാക്കിൽ വള്ളി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബാക്ക് പോർഷൻ്റെ സെയിം രീതിയിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ക്ലോത്തിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷൻ മാറ്റുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴെയുള്ള പോർഷൻസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അരികിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത ക്ലോത്തിനെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. ഇനി നമുക്ക് റഫിൾസ് ഇട്ട് കൊടുക്കാനുള്ള മാർക്കിംഗ് കൊടുക്കാം. നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഫുൾ റൗണ്ടും ഇതേപോലെ 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം എല്ലാ പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 ഇഞ്ച് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ റഫിൾസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നെക്കിൻ്റെ സൈഡിലേക്ക് നല്ല വശം വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഓരോ കോർണേഴ്സും വരുമ്പോൾ നീഡിൽ കുത്തി നിർത്തി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ തിരിച്ചിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റഫിൾസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി സ്ലീവ് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ മിഡിൽ പോർഷനിൽ നിന്നാണ് ജോയിൻ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ പഫ് സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് സൈഡിൽ നിന്ന് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മിഡിൽ പോർഷൻ രണ്ടും നോക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഞുറിവുകൾ കിട്ടും. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം അടിയിലായിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റി ഇതേപോലെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു സൈഡിലേക്ക് ഇലാസ്റ്റിക് വെച്ചൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വലിച്ചു പിടിച്ച് അടുത്ത സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നല്ല ഞുറിവിൽ കിട്ടും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെയായിട്ട് ഞുറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് വീതം ഓരോ സൈഡിലും കിട്ടും. ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും വേണ്ടി 2 പീസ് കിട്ടും. അത് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടിൻ്റെയും മിഡിൽ പോർഷൻ മാർക്ക് ചെയ്ത ശേഷം മിഡിൽ പോർഷനിൽ നിന്ന് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഒരേപോലെ ഞുറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഞുറിവിട്ട് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലേക്ക് ഞുറിവിട്ടെടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബാക്കിലൊരു വള്ളി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
14 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലാണ് നമ്മൾ ഈ വള്ളി വെച്ച് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 3-4 സ്റ്റിച്ച് കൂടെ കൊടുക്കുക. വള്ളി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. 2 സൈഡും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അരികെ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി റെഡിയാവും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സ്റ്റിച്ചിങ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.